അങ്ങനെ നമ്മുടെ പുതിയ എയർ ഫ്രൈയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ ആദ്യം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ എയർ ഫ്രൈയിൽ വെച്ച് ഗ്രില്ല് ചെയ്യാം. നമ്മളിത് മേടിച്ചപ്പോൾ തന്നെ നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്താൽ മേടിച്ചത്, തൊലിയൊക്കെ കളഞ്ഞ്. പക്ഷെ നമ്മളിത് ഒന്നും കൂടി നമ്മളൊന്ന് വൃത്തിയാക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞെടുക്കണം. എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് വരയണം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മസാല തേക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളിയുടെ പാതി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ, കബാബ് മസാല. അപ്പം അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പ്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച നമ്മുടെ മസാലയും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരടപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ഈ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ കൊണ്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചിക്കനിലോട്ടാക്കാം. നമ്മുടെ ചിക്കനിലോട്ട് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ പോവുക. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ദാണ്ടേ മസാല എല്ലാം തേച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ എയർ ഫ്രൈയിലോട്ട് വെക്കാം. നമ്മുടെ പുതിയ എയർ ഫ്രൈ ആണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ പുതിയ എയർ ഫ്രയർ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ പുതിയ എയർ ഫ്രൈ. നമ്മൾ ഇതിനകത്താണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചിക്കൻ വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ വെക്കണം. ഓണല്ലേ ഇതിനകത്ത് നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ചിക്കനും മീനും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ആയതുകൊണ്ട് ചിക്കനകത്ത് നമ്മൾ 17 to 22 മിനിറ്റും 200 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. ഇനി നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പം 22 പിടിച്ച് വെക്കുന്നത് കേട്ടോ. ഇതിൽ 200. ഇനി നമുക്കിതാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കനൂടെ കഴിക്കാനായിട്ട് പൊറോട്ട ചൂടാക്കുക കേട്ടോ. ഇവിടെ നമ്മുടെ മയോണൈസിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങുന്നുണ്ട്. മുട്ട നമ്മുടെ ചിക്കനായി ഇവിടെ ആവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പൊറോട്ട ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ഇനി നമ്മുടെ ബട്ടർ കൂടെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ബട്ടർ തേച്ച് കൊടുത്ത് ഇനി നമുക്ക് അടുത്ത സൈഡും കൂടി നമുക്ക് നമ്മുടെ ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് മുന്നേ പോയി പൊറോട്ട ഒക്കെ ഉണ്ടാക്കി കുളിച്ചിട്ടാണ് വന്നത്. അപ്പോഴത്തേന് ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.